പുതിയ താമസക്കാരാ. അവര് തിന്നുമ്പോ നീ പാത്രത്തിലോട്ട് നോക്കി നിക്കരുത് കേട്ടോ. എന്നാ ഞാൻ വായി നോക്കിക്കോട്ടെ. മോൻ ഈ അങ്കിളിനെ അറിയോ? ഇവിടുത്തെ ബാങ്ക് മാനേജറാ. അല്ല, ഈ അങ്കിള് പല്ലു ഡോക്ടറാ. നിനക്കെങ്ങനെ അറിയാം പല്ലു ഡോക്ടറാണെന്ന്? അത് ഇന്നാള് ഞാൻ അയാളുടെ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞായിരുന്നു, മേലാൽ ആ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ പല്ലെടുക്കും. അമ്മ വല്ലതും തരണേ. ഇന്ന 50 പൈസ. ഇനി ഒരു മാസത്തേക്ക് ഇങ്ങോട്ട് കേറിയേക്കരുത്. നീ ആള് കൊള്ളാമല്ലോ. എവിടുന്ന് പഠിച്ചതാ ഇങ്ങനെയൊക്കെ പറയാൻ? അതെ, ഞാൻ ഓരോ വീട്ടിലോട്ട് ചെല്ലുമ്പം ആ വീട്ടിലുള്ളവര് ഓരോ രൂപ തന്നേച്ച് ഇനി ഒരു മാസത്തേക്ക് അങ്ങോട്ട് ചെല്ലല്ലേന്ന് പറയും. നമ്മള് രണ്ടുപേരും ഓഫീസിൽ പോകുമ്പോ ഇവനെ ഇന്ന് എവിടെ ആക്കിയച്ചു പോവും? എന്നെ ഐസ്ക്രീം പാർലറിലോട്ട് ആക്കിയേരി. നമുക്ക് ഇവനെ ആശാന്റെ വീട്ടിലാക്കാം. നിങ്ങളുടെ ആ കടിക്കുന്ന പട്ടിയെ വേണേ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൂ. ഞാൻ മടി വെച്ചോണ്ടിരുന്നോളാം. പക്ഷെ ഇവനെ ഇവിടെ നിർത്തുന്ന കാര്യം മാത്രം ദയവായിട്ട് നിർബന്ധിക്കരുത്. ഞമ്മക്ക് ഇവനെ നിർത്തണമെന്ന് വലിയ പൂതിയാ. പക്ഷെങ്കില് ഇവിടുത്തെ ഐഷായ്ക്കും ലത്തീഫിനും കരപ്പനാ. പുള്ളയ്ക്കും കൂടി പിടിച്ചാലോ? ഇവൻ നിക്കാത്തൊരിട ഇനി എവിടെയുണ്ട്? ആ, വക്കീലിന്റെ വീട്ടിലൊന്ന് ചോദിച്ചു കളയാം. അത് പിന്നെ ചോദിക്കണോ? ഇങ്ങോട്ടാക്കിക്കോ, ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കോളാം. മിക്സിയിലിട്ട് അടിച്ചത് എന്റെ ഗോലിയിട്ട് അരച്ചതാ. ഗോലി പൊട്ടിച്ച് മണലുണ്ടാക്കാനാ. ഈ മിക്സിക്ക് ഒരു ബലവുമില്ല. കർത്താവേ, എന്റെ മിക്സി കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതേ ഉള്ളായിരുന്നു. ഉണ്ണിക്കുട്ടനവിടെ? ബഹളമൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ഭദ്രമായിട്ടിരിക്കുന്നു അവൻ. ഇപ്പൊ അവനും ഭദ്രം, ഞങ്ങളും ഭദ്രം. വാ, കാണിച്ചു തരാം. ദാ, അവൻ ഭദ്രമായി തന്നെ ഇതാണോ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞത്? ഞങ്ങള് പൊന്ന് ഇതിനകത്താ സാധാരണ വെക്കുന്നത്. ഈശ്വരാ, അച്ചാറിട്ടിരുന്ന ഭരണിയും തള്ളിയിട്ട് ഉടച്ചു. നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അതിന് അമ്മയുടെ കയ്യിൽ എന്നെ എഴുന്നേറ്റാ. വയൽ എന്നാടാ? മോക്ക്. പിന്നൊന്നും ഇല്ലേ? പൊല്ല്. അടുക്കള കൊളവായി. ആരാടാ ഈ കുക്കറിന്റെ വെയിറ്റ് എടുത്തത്? ആ പാത്രം ചാടിപ്പോയമ്മേ. ഞാനതിനെ പിടിച്ചും നോച്ചിച്ചോ. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ. നീയും വീഴും ടി വി മറിച്ചിടും. മീന വീഴ്ച പോയി. നീ എന്താ വീട്ടിന്ന് പുറത്തിറങ്ങിയ? കുറച്ച് വിശ്രമം വേണം, അതുകൊണ്ട് അമ്മ പുറത്ത് പൊക്കോളാൻ പറഞ്ഞു. വിശ്രമം വേണമെന്നല്ലേ പറഞ്ഞ? എന്നിട്ടാണോ നീ ഇങ്ങനൊക്കെ ചെയ്യണ? വിശ്രമം വേണമെന്ന് പറഞ്ഞ എനിക്കല്ല, അമ്മച്ചാ. മണി 9 കഴിഞ്ഞു. പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഇന്ന് പരീക്ഷയാ. ഒരു വക പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് അവനെ നേരത്തെ ഉണർത്താൻ മേലായിരുന്നോ? ഇന്ന് പരീക്ഷയല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോടാ. പ്രാർത്ഥിച്ചാൽ ജയിച്ചോ? പ്രാർത്ഥിച്ചേച്ചും പോയാ ദൈവം നിന്നെ പരീക്ഷയെ സഹായിക്കും. താൻ പാതി ദൈവം പാതിന്ന് കേട്ടിട്ടില്ലേ? നല്ലോണം എഴുതിയോടാ? എഴുതിയൊന്നുമില്ല. ഒന്നും എഴുതിയില്ലേ? പിന്നെങ്ങനെ ജയിക്കും? ജയിച്ചാൻ പാതി മാർക്ക് മതി.
അത് ദൈവം തരുന്നല്ലേ അമ്മ പറഞ്ഞേ. സ്കൂള് വിട്ടാ നേരെ വീട്ടിലേക്ക് പോരണം കേട്ടോ. നേരെ വരാൻ പറ്റുവല്ല, വഴി വളഞ്ഞാ കിടക്കണേ. ദേ നോക്ക്, റോഡ് മുറിച്ച് കടക്കുമ്പോ സൂക്ഷിക്കണം. വണ്ടി പോയി കഴിഞ്ഞിട്ടേ റോഡ് കുറുകെ കടക്കാവൂ. ഉണ്ണിക്കുട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. എല്ലായിടത്തും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകളാ. അക്കാര്യത്തിൽ പേടിക്കണ്ട, അവനെ അറിയാവുന്നവരാരും കൊണ്ടുപോകുകയല്ല. അറിയാത്തവരാണെങ്കിലോ? അറിയാത്തവൻ അറിഞ്ഞോളും. ആഹാ, ഉണ്ണിക്കുട്ടൻ ഇവിടെ ഇരിക്കുവാന്നോ? നിന്റെ അമ്മ നിന്നെ കാണാഞ്ഞ് വിഷമിച്ചിരിക്കുവാ. വേഗം വീട്ടിലോട്ട് ചെല്ല്. സ്കൂള് വിട്ടേച്ച് കൊറേ നേരം ആയല്ലോ. ഇത്ര നേരം എവിടെ തെണ്ടിത്തിരിയാൻ പോയതാടാ? എന്താണ് താമസിച്ചേ? അമ്മച്ചിയല്ലേ പറഞ്ഞത് വണ്ടി വന്നിട്ട് റോഡിന്റെ കുറുക്കെ നടക്കാമെന്ന്. ഞാൻ 1 മണിക്കൂറും കാത്തി നിന്നിട്ടും ഒരു വണ്ടിയും വന്നില്ല. ഉണ്ണാനിരിക്കണമെന്നില്ല. ഗ്യാസ് തീർന്നതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ ഇക്കണക്കിന് പട്ടിണി കിടന്നായിരിക്കുമല്ലോ ചത്തത്. വാടാ, നമുക്ക് വല്ല ഹോട്ടലിലും പോയി കഴിക്കാം. ഹോട്ടലിലേക്കാണോ? എങ്കിൽ അല്പനേരം ഇരി. കണ്ടോടാ, പെണ്ണുങ്ങളോട് നല്ല 2 എണ്ണം പറഞ്ഞാലേ ബോധം ഉണ്ടാവൂ. അവള് വിറക് കത്തിച്ച് വല്ലതും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാ നമുക്ക് ഇറങ്ങാം. കർത്താവേ, രാവിലെ തന്നെ കുരിശ് എത്തിയല്ലോ. ചേട്ടാ, എനിക്ക് 5 രൂപ കിട്ടിയല്ലോ അച്ഛനെ സഹായിക്കുന്നതിനാ. മിടുക്കൻ. കുട്ടിക്കാലത്ത് തന്നെ വീട്ടുകാരെ സഹായിച്ചു പഠിക്കണം കേട്ടോ. ആട്ടെ, നീ എന്തിനാ അച്ഛനെ സഹായിച്ചത്? ഞങ്ങളുടെ വീട് അച്ഛൻ പെയിന്റ് ചെയ്യുവാ. അതിന് അച്ഛനെ ഞാൻ സഹായിക്കും. അത് ശരി, അച്ഛനെ സഹായിക്കുന്നെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കിടക്കുവാണോ? ഞാൻ അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുവാ. നിന്റെ വീട്ടിൽ പെയിന്റ് അടിക്കുന്നതിന് ഇവിടെ കിടന്നാണോടാ നീ സഹായിക്കുന്നത്? അച്ഛൻ പെയിന്റ് അടിച്ച് തീരും വരെ ഇവിടെ വന്നിരിച്ചാനാ പറഞ്ഞത്. എന്നാ പിന്നെ നിനക്ക് ഞാൻ 10 രൂപ തന്നേക്കാം. ആ കുന്തക്കാലിയുടെ വീട്ടിൽ പോയിരി. എന്റെ മകനെ കൂടെ ഇവിടെ ഒന്ന് നിർത്തണം. വൈകിട്ട് ഞാൻ വന്ന് കൂട്ടിപ്പോയിക്കോളാം. ഇവിടെ നിർത്തുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങള് നോക്കിക്കോളാം. ഉപദ്രവൊന്നും ഇല്ലല്ലോ? ഏയ്, ഒരു ഉപദ്രവവും ഇല്ല. അവൻ വെറും പാവാ, പറയുന്നതിനപ്പുറം ചെയ്യില്ല. അല്ല, മറ്റൊന്നുണ്ടായിട്ടല്ല. ഇവിടെ തീരെ ചെറിയ കുട്ടികളുള്ളതാണേ, അതുകൊണ്ടാ. അപ്പോ ഞാൻ പോട്ടെ. പിന്നെ അവൻ ചിലപ്പോ പുറത്തോട്ടിറങ്ങും, ഒന്ന് നോക്കിക്കോണേ. പുറത്തോട്ട് കയറാതിരുന്നാ മതി. ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ വന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മര്യാദയായിരുന്നു. മറ്റു കുട്ടികളെ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, ഒരു ഉപദ്രവവും ഇല്ല. അടുത്തോട്ട് ചെന്നിട്ട് വേണ്ടേ ഉപദ്രവിക്കാൻ? കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നെല്ലിക്കോണം ഭഗവതിയുടെ കടാക്ഷം കണ്ടോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. അവനിവിടെയുണ്ട്, വരൂ. ദാ അവൻ. ഞങ്ങള് പല പണിയും നോക്കി, അവസാനം ഇതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ല.